ഇതേപോലെ അടച്ചാട്ടല്ല ഒരു ചൊറിയ രണ്ട് സൈഡ് നല്ല പാക്ക് ചെയ്തിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് മക്കളെ റാത്തല്ല എന്താ അറിയാം ഇപ്പം നമ്മൾ ചെറിയൊരു വിഷയം പറയാം കേട്ടോ വലിയ കാര്യമൊന്നുമല്ല പക്ഷേ ചിലർക്ക് മനസ്സിലാവും ഇപ്പം നമ്മൾ ഈ കെട്ട് ഇതാ ഇപ്പോൾ പ്ലാൻ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ഇവിടെ അളവ് വെച്ചപ്പോൾ എനിക്കൊരു ചെറിയൊരു സംശയം വന്നു പറഞ്ഞാൽ അങ്ങനെ സംഭവം രണ്ടിലും കിട്ടും, എങ്ങനെ ചെയ്താലും കിട്ടും. പക്ഷേ ഒരു ചെറിയൊരു കര കയറിക്കുന്നുള്ള ലെവൽക്ക് എന്ത് ചെയ്ത് തരാം, അത് നമ്മൾ വന്നതുകൊണ്ട് ചെയ്ത് കൊടുത്താട്ടാ, നിർബന്ധമുള്ള കാര്യമില്ല. ഇവിടെ ഒരു കെട്ട് ഇങ്ങനെ 12 സെൻറ്റ് ഇങ്ങോട്ട് ചാടിയിട്ട് വരുന്നുണ്ട്, അതേ സ്ഥലത്ത് ഇവിടെയും 12 സെൻറ്റ് ഇങ്ങോട്ട് ചാടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നേരെ ഈ നൂലിങ്ങനെ നേരെ കെട്ടിയിട്ട് തറ വെച്ച് കഴിഞ്ഞാൽ, നേരെ നൂല് കെട്ടിയിട്ട് തറ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നവരോ ഇവിടെ കൂടുതൽ ചാട്ടം നിൽക്കും. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിരുവാ. ഈ സൈഡിലിട്ടാ അതെന്ത് ചെയ്യണം, അതിനെ രണ്ടാക്കി മുറിച്ചിട്ടേനെ ചെയ്യണം. പക്ഷേ കെട്ട് വരുമ്പോൾ വിത്തി വരുമ്പോൾ ഒരേപോലെ ആവും ചെയ്യും. അപ്പോൾ ഇതാണ് ആ നൂല് കറക്റ്റ്, ഈ വരുന്ന നൂലാണ് ആ കോർണറിൽ നിന്ന് ഫസ്റ്റ് കാണിച്ചു തന്ന കോർണറിൽ നിന്ന് വരുന്ന നൂല്, ഈ നൂലാണിത്. അപ്പോൾ ഈ നൂല് ഇങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കെട്ട് ഭിത്തി വന്നു കഴിഞ്ഞാൽ 12 സെൻറ്റിമീറ്ററിനൊക്കെ 24 സെൻറ്റിമീറ്റർ ഏകദേശം ഒരേ സൈഡിലേക്ക് ചാട്ടം വരും. അപ്പോൾ ഈ ചാട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെയ്യണമെന്ന് അറിയാം, ഇവിടുന്ന് പോണ കെട്ടിനെ വേറെയും അവിടുന്ന് വരുന്ന കെട്ടിനെ വേറെ ആയിട്ട് തന്നെ തമ്മിൽ മാറ്റിയിട്ട് കെട്ടണം കേട്ടോ. നമ്മൾ നേരെ ഈ നൂലിന് ഇപ്പോൾ ഇങ്ങോട്ട് ഒരു കല്ല് കയറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കറക്റ്റ് പ്രോപ്പറായിട്ട് ആ ലോഡ് അവിടെ വരില്ല. അതായത് പുറത്തുനിന്നുള്ള വലിവും കറക്റ്റ് വരില്ല. പിന്നെ പാതകം കീറുമ്പോഴും അതേ പോയിൻ്റ് തന്നെ, അത് സെപ്പറേറ്റ് അടിക്കണം, ഇത് സെപ്പറേറ്റ് അടിക്കണം. അതായത് ഒരേ ഭിത്തി ഒരു വീടിൻ്റെ മധ്യത്തിൽ നീളത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടിനെയും രണ്ടായിട്ട് മുറിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം, അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അതല്ലാത്ത പക്ഷം ഇതേപോലെ കര വരും. ഇപ്പോൾ ഇവിടെ കര വന്നില്ല, അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ സൂചിപ്പിച്ചിന് ഇങ്ങനെ കര വരും എന്നുള്ളത്. അപ്പോൾ ഇവിടെ എഞ്ചിനീയർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ നമുക്ക് അതിൽ ഇവർ പറഞ്ഞിട്ട് ഇതിൻ്റെ അടിക്കൂടി പൈപ്പുകൾ പോകലാണ്. അപ്പോൾ ആ പൈപ്പുകളൊക്കെ കംപ്ലീറ്റ് ഏകദേശം പോയിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ ഇപ്പോൾ എത്ര കര വരുന്നതരാം, ഏകദേശം ഒരു 20 സെൻറ്റിമീറ്റർ കര വരും. അപ്പോൾ എന്ത് ചെയ്യാന്നറിയാം, അങ്ങനത്തെ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇതിനെ സെപ്പറേറ്റ് മുറിച്ചിട്ട് നൂല് കീറുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, മുറിച്ചിട്ട് കൊണ്ടും തിരിച്ചിട്ട് തന്നെ ചെയ്യണം. പക്ഷേ ഭിത്തി വരുമ്പോൾ ഒരേ ലെവൽക്ക് ഭിത്തി വരും, കറക്റ്റ് കല്ലിൻ്റെ സെൻറ്റർക്ക് എന്ത് ചെയ്യും, ലോഡായിട്ടും വരും. മനസ്സിലാവുക, അതായത് കെട്ടിൻ്റെ മധ്യത്തേക്ക് കറക്റ്റ് ലോഡായിട്ട് വരും. ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശദമായിട്ട് ഞാൻ ഇനി JCB കീറുമ്പോൾ എന്ത് ചെയ്യണ്ടേ വീഡിയോ ചെയ്തുതരണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് സംശയം വരില്ല. എങ്ങനെ അറിയാം, ഭിത്തി ഒരേപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, പാറകൾ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ പടവേരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യും, കരിങ്കൽ പടവേരെ എന്ത് വിത്തി ചാടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഇതിമേന്ന് 12 സെൻറ്റിമീറ്റർ വലിച്ച് ചെയ്യും, ഇങ്ങോട്ട് വെക്കും. അപ്പോൾ ഇവിടുന്ന് വരുന്ന ലോഡ് ഏകദേശം 1 ഇഞ്ച് പുറത്തേക്കായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഇത് മുറിച്ചിട്ട് ചെയ്യണം. നൂല് അവിടെ വേറെ ആക്കുക, ഇതിനെ വേറെ ആക്കുക. അപ്പോൾ ഈ കെട്ട് ഈ പുറം കെട്ട് ഇങ്ങനെ വന്ന് ഈ കല്ല് 2 ഇഞ്ച് കയറ്റി വെച്ച് കൊടുക്കുക. ഈ പുറം തൂക്കിനാണല്ലോ നേരെ വരല്, നേരെ വരുമ്പോൾ ഇവിടെ 2 ഇഞ്ചുണ്ട്, ഈ സൈഡിൽ 2 ഇഞ്ചുണ്ട്. കറക്റ്റ് സെൻറ്റർ കൂടി എന്ത് ചെയ്യും, കെട്ട് പോകും. നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇട്ടാ, ഇതേപോലെ തന്നെ ഇപ്പുറത്തും എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കല്ല് 2 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കുക, 2 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കുക. പുറം വരുമ്പോൾ ഒരേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താ, കര കാണില്ല, കെട്ട് ഇതിൻ്റെ മധ്യത്തിൽ കൂടി സെൻറ്റർ കൂടി പോവുകയും ചെയ്യും. അപ്പോൾ ഇത് കണ്ടില്ല മക്കൾ, നിങ്ങൾ ഇവിടെ പല്ല് ഇങ്ങോട്ട് തിരിഞ്ഞ് വരില്ല. ഇപ്പോൾ തൂക്കില്ലാതെ തന്നെ കെട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതേപോലെ കെട്ടിക്കഴിഞ്ഞാൽ ഈ കല്ലിനൊക്കെ അരു കയറിയിട്ടേ വരുള്ളൂ, അരു കയറിയിട്ടേ പടവ് വരുള്ളൂ. എല്ലാ ഭാഗത്തും അതേപോലെ വരും. നേരെ മറിച്ച് ആ തല കര ഒഴിവാക്കിയിട്ട് ഇവിടെ 2 ഇഞ്ചിൻ്റെ കയറ്റി കൊടുത്താൽ ഇതാ എന്നാൽ എന്താ പറയുക, ആ കെട്ട് ഇതിമ വന്ന് ഇതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ കല്ലിൻ്റെ സെൻറ്റർ കൂടി പോകും. അങ്ങനെ എന്ത് ചെയ്യാറ്, എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ ചെയ്ത് കൊടുക്കട്ടെ. ഇപ്പോൾ ഇത് കണ്ടെങ്കിൽ ഇവിടെ അതേപോലെ തന്നെ കേട്ടോ, ഇവിടെയും കര അവിടെ കയറി ആ ഭാഗത്ത് 5 കല്ല് മാത്രം, 4-5 കല്ല് മാത്രമേ എന്തേ ഉള്ളൂ, ഒരു കോർണറിൽ ലോഡ് വരുള്ളൂ. ബാക്കി ഭാഗം മുഴുവനും കംപ്ലീറ്റ് എന്ത് ചെയ്യുന്ന കറക്റ്റ് ഇതിൻ്റെ സെൻട്രലായിട്ട് ലോഡ് വരും. ഇത് നേരെ ഈ കെട്ട് അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയിൻ്റെ 3 കല്ല് ഇവിടെ നിന്ന് എടുക്കാൻ കേട്ടോ. അങ്ങോട്ട് പോയിൻ്റെ ശേഷം ഇവിടെയും അതേപോലെ തന്നെ കേട്ടോ, ഇവിടെയും അതേപോലെ തന്നെ എന്ത് മറ്റേ കെട്ട് സെൻറ്റർ കൂടി കറക്റ്റായിട്ട് പോകും. ഓക്കെ റോഫ, പിന്നെ ഈ ഒരു കെട്ട് ഇതവർ കെട്ടണ ഈ ഒരു ബാത്റൂമിൻ്റെ കെട്ടുതാ, ഈ ഒരു കെട്ടിങ്ങനെ നീട്ടാൻ കാരണം പ്ലാനിൽ ഉണ്ടാവില്ല കേട്ടോ. പ്ലാനിൽ നോക്കിയാൽ ഈ കെട്ടിങ്ങനെ നീണ്ടിക്കില്ല. ഈ ഇവിടെ നിന്ന് ചിലപ്പോൾ കാഴ്ച ഉണ്ടാവും ആ റൂമിക്ക്. അപ്പോൾ റൂമിക്ക് കാഴ്ച ഉണ്ടെങ്കിൽ ഈ ഡോർ ഇവിടെ നിന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, റൂമുകളുടെ ഡോർ ഇവിടെ നിന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിലാണ് ഈ കെട്ടിങ്ങനെ കൊണ്ടുപോയിക്കണേ. ഇവിടുന്ന് ഡോർ കൊടുക്കണമെങ്കിൽ ഇവിടുന്ന് കൊടുക്കുക, അവിടുന്ന് ഡോർ കൊടുക്കണമെങ്കിൽ അവിടുന്ന് കൊടുക്കാം കേട്ടോ. മനസ്സിലായി. അപ്പോൾ ഈ കെട്ടിങ്ങോട്ട് നീട്ടി കെട്ടാം ഒന്നിക്കലോ, അല്ലെങ്കിൽ ഈ കെട്ടിങ്ങോട്ട് നീട്ടി കെട്ടണമെങ്കിൽ ഇങ്ങോട്ട് നീട്ടി കെട്ടാം. അപ്പോൾ എന്താ പറയുക, ഈ ഡൈനിങ് ഹാളിൽ നിന്ന് പെട്ടെന്നുള്ള ഒരു മറ ഉണ്ടല്ലോ, ആ മറ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് നീട്ടി കെട്ടി കൊടുത്തുക്കണം കേട്ടോ. ഇതിങ്ങനെയും എന്ത് ചെയ്തിങ്ങനെ കെട്ടി കൊടുത്തുക്കണം കേട്ടോ. ഒക്കെ ഇതേപോലെ അടച്ചാട്ടല്ല ഒരു ചൊറിയ രണ്ട് സൈഡ് നല്ല പാക്ക് ചെയ്തിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട്
ആണ്ട് അടച്ചു കൊടുക്കുക. ഓക്കെ, മണ്ണ് കയറുന്ന പറഞ്ഞിട്ട് എന്നിട്ട് കറിയാം. പണ്ടൊരു ചങ്ങായിനോട് പറഞ്ഞ് മറ്റേ ഊക്ക് തേപ്പേര് കുത്തുന്നുണ്ട്. തേപ്പേർക്ക് അതല്ല, തേക്കല പണി ആട് കുത്തിക്കൂടെ.